അപ്പൊ നമ്മൾ ടിപ്പ് പോയി വന്നു. ഇവിടെ പോയി വന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ വേളാങ്കണ്ണി ട്രിപ്പിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ മെയിൻ അജണ്ട നമ്മുടെ നോനപ്പനെ മുട്ടയടിക്കലാണ്. രാവിലെ തന്നെ കുറച്ച് എനർജിക്ക് വേണ്ടി കിച്ചു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുത്തിക്കയറ്റി. ഇനി ഒരുപാട് പരിപാടികളുണ്ട്. ഇയാന് രാവിലെ തന്നെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഭയങ്കര മൂഡ് ഓഫാണ്. അവൻ്റെ മൂഡ് ഓഫൊക്കെ മാറ്റാൻ ഞങ്ങളൊരു ബോളൊക്കെ മേടിച്ച് കൊടുത്തായിരുന്നു. പക്ഷേ പ്രത്യേകിച്ച് വലിയ റിസൾട്ടൊന്നും ഉണ്ടായില്ല. നോനപ്പനാണെങ്കിൽ ഇന്ന് മുടി മുറിക്കണ കാര്യത്തെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് സീനറിയൊക്കെ കണ്ട് വളരെ ജോളി മൂഡിലാണ്. പാവം ഇനി മുടി മുറിക്കുമ്പോൾ എന്താവോ എന്തോ. അപ്പോൾ എന്തായാലും നേർച്ചയല്ലേ, ഇനിയിപ്പോൾ അത് നീട്ടി വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. നമ്മൾക്ക് എല്ലാവർക്കും ഈ അനുവിൻ്റെ മുടിയും കൂടെ മുറിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അവന് സ്കൂളിലൊക്കെ പോകുന്ന കാരണം കൊണ്ട് അവന് ഈഗോ അടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മുടി മുറിച്ചില്ല. അങ്ങനെ പള്ളിയിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ നോനപ്പൻ്റെ മുടി മുറിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഉപ്പിലിട്ട മാങ്ങ വെക്കുന്ന ചേച്ചിമാരെ കണ്ടു. നമ്മുടെ അമ്മായിമാർ നന്നായിട്ട് വില പേശി ആ മാങ്ങയൊക്കെ അങ്ങ് മേടിച്ചു. പിന്നെ നമ്മുടെ നോനപ്പന് അതൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തു. അപ്പോൾ നോനപ്പൻ്റെ ഒരു വളരെ ക്യൂട്ടായിട്ടൊരു എക്സ്പ്രഷൻ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യുമ്പോൾ കാണാം കേട്ടോ. എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികളും ഈ ഒരു മാങ്ങ ടേസ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന എക്സ്പ്രഷൻ ഇത് തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെ മാങ്ങയൊക്കെ അങ്ങ് ആസ്വദിച്ച് തിന്നിട്ട് ഞങ്ങൾ നോനപ്പൻ്റെ മുടി മുറിക്കാനായിട്ട് പോയി. അവിടെ ഒരുപാട് കുട്ടികൾ ഇതുപോലെ മുടി മുറിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കരയാൻ കുറച്ച് എനർജിക്കൊക്കെ വേണ്ടി കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു. നമ്മൾ മുടി മുറിക്കൽ തുടങ്ങി. നല്ല എനർജി കിട്ടിയതുകൊണ്ട് എന്താണെന്നറിയില്ല, നല്ല ഒച്ചയിൽ നന്നായിട്ട് നോനപ്പൻ കരഞ്ഞു. ഈ കരച്ചിൽ കാണാൻ പറ്റാണ്ട് മാറി എന്ന് കരഞ്ഞ ഒരാളുണ്ട് കേട്ടോ, നമ്മുടെ ഇയാനും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ നീങ്ങി ഇന്ന് കണ്ണ് പൊത്തി നിന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. നോനും കരച്ചിൽ നിർത്തിയവരെ ഇവനും കരച്ചിൽ തന്നെയായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ തഗ് ലൈഫ് ഭാവിയാണ് ഇരിക്കുന്നത് കേട്ടോ. മുടി മുറിച്ചപ്പോഴും തല കുളിപ്പിച്ചപ്പോഴും ഒന്നും ഒരു കുലുക്കവനും ഉണ്ടായിരുന്നില്ല. നമ്മുടെ നോനപ്പനാണെങ്കിൽ മുടി മുറിച്ചപ്പോഴും തല കുളിപ്പിച്ചപ്പോഴും തലയിൽ ചന്ദനം തേച്ചപ്പോഴും ഒക്കെ നല്ല കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ മുട്ടയടിക്കൽ കലാപരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പൂമാല മേടിച്ച് പള്ളിയിൽ പോയി അവിടെ രൂപത്തിൽ ചാർത്തി പിന്നെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് നേർച്ചകളെല്ലാം നിറവേറ്റി പ്രാർത്ഥിച്ചു. അതിനുശേഷം എല്ലാവരും നല്ല ടയേർഡായതുകൊണ്ട് ഉച്ചക്കലത്തെ ഫുഡൊക്കെ മേടിച്ച് ഫുഡ് അടിച്ചു. പിള്ളേരെ കൊണ്ടുവന്ന കാരണം കൊണ്ട് കുറച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുറേ നാളത്തെ നേർച്ചയും പ്രാർത്ഥനകളൊക്കെ തീർക്കാൻ പറ്റിയതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ടായി. പിന്നെ കുഞ്ഞു കുഞ്ഞു കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ നേർച്ചയ്ക്കും പ്രാർത്ഥനയ്ക്കൊക്കെ ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീണ് കിട്ടിയ ട്രിപ്പ് ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ.